ഹായ്. അപ്പോൾ ഇന്നത്തെ എൻ്റെ പരിപാടി എന്ന് പറഞ്ഞാൽ എൻ്റെ ഇവിടുത്തെ ഒരു നോമ്പ് ദിവസം. ഇന്നിപ്പോൾ നോമ്പ് 26. അപ്പോൾ അതൊക്കെ ഒന്ന് ഇന്ന് ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ അതൊക്കെ ഒന്ന് ഷൂട്ട് ചെയ്ത് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഞാനിപ്പോൾ എണീറ്റിട്ടേ ഉള്ളൂ. പുലർച്ചെ അത്താഴമൊക്കെ കഴിച്ച് നിസ്കരിച്ച് കിടന്നാണ്. ഇപ്പോൾ എണീറ്റ് ഇനി ഒന്ന് കുറച്ച് പാത്രങ്ങളൊക്കെ ഒന്ന് റൂമൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്യാനുണ്ട്. അത് കഴിഞ്ഞ് കുളിച്ച് നിസ്കരിച്ചിട്ട് ലൂറ് ഏകദേശം ആവാനായി. അപ്പോൾ ലൂറ് നിസ്കരിച്ചിട്ട് ഒന്ന് പുറത്തിറങ്ങാനാണ് പ്ലാന്. അപ്പോൾ അതൊക്കെ എങ്ങനെയാണെന്ന് നോക്കാം. എൻ്റെ ഈ ഒരു ദിവസം എങ്ങനെയാണെന്ന് നോക്കാം, നമുക്ക് നോക്കാം. എന്താണെന്ന് വെച്ചാൽ കുറേ കാലത്തിന് ശേഷം ഒരു ഫുൾ ഡേ ഫ്രീ ആയിട്ട് എനിക്ക് കിട്ടിയത്. അപ്പോൾ അങ്ങനെയാണ് ഈ ഒരു വീഡിയോ എടുത്താലോ എന്നുള്ള ഒരു ആലോചന വന്ന്. അപ്പോൾ അങ്ങനെ എടുക്കുകയാണ്. പിന്നെ അപ്പോൾ ഇപ്പോൾ എന്താ വെച്ചാൽ പിന്നെ ഞാൻ ഒരു കബാബ് ഷോപ്പിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അവിടെ വർക്കും ഉണ്ടാവും, അതേപോലെ ക്ലാസ്സും ഉണ്ടാവും. അങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ കാര്യങ്ങൾ വരെ പോക്ക്. അപ്പോൾ ഇന്നാണ് ഒരു ഫ്രീ ദിവസമായി. അപ്പോൾ നമുക്ക് ഇന്നത്തെ ദിവസം എന്തൊക്കെ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. ഇത് ഇന്നലെ ഉണ്ടാക്കിയ കുക്കർ ബിരിയാണി ഒക്കെ അടി പിടിച്ച് ഞാൻ റൈസും ചിക്കനും എല്ലാം കൂടെ അതിലിട്ടിട്ട് അടുപ്പിച്ചതാണ് ഒരു വിസിൽ. അപ്പോൾ പിന്നെ ഇതിലോട്ട് തട്ടി ഓൾമോസ്റ്റ് ഞാൻ തിന്ന് തീർത്ത്. പിന്നെ ഇത് ഇന്നലെ ഉണ്ടാക്കിയ സലാഡ്. അപ്പോൾ ഇതൊക്കെയാണ് അത്താഴത്തിന് ഞങ്ങൾ ഇവിടെ കഴിക്കണം. ഇതൊക്കെ എൻ്റെ ഓരോ കൺട്രി പോയതിൻ്റെ ഓർമ്മയ്ക്കായിട്ട് വാങ്ങിയതാ, സുവനീർ. പിന്നെ അതിപ്പോൾ എല്ലാ കൺട്രിയിലും പോകുമ്പോൾ ഇത് നോക്കി നടക്കും. അങ്ങനെ ഇത് വാങ്ങി ഫ്രിഡ്ജിൽ ഇങ്ങനെ ഒട്ടിച്ച് വെക്കും. അതൊക്കെ രസമാണല്ലോ. അങ്ങനെ പല്ലൊക്കെ തേച്ച് റൂമൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് കിച്ചണൊക്കെ വൃത്തിയാക്കി ഇനി നേരെ കുളിക്കാൻ പോയിട്ട് അത് കഴിഞ്ഞ് നിസ്കരിച്ചിട്ട് വേണം ഒന്ന് പുറത്തേക്ക് പോകാൻ. അപ്പോൾ നമുക്ക് അതിലേക്ക് നിൽക്കാം. അങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞ് നല്ല തണുക്കുണ്ട്. അതിപ്പോൾ നിൽക്കണില്ല, പെട്ടെന്ന് തന്നെ മാറ്റാൻ നിസ്കരിക്കാൻ പോവാ. അത് തന്നെ. അപ്പോൾ ഓരൊക്കെ നിസ്കരിച്ച് കഴിഞ്ഞ് ഇനിയിപ്പോൾ അസറിന് ഏകദേശം ഒരു അരമണിക്കൂർ കൂടി വെയിറ്റ് ചെയ്താൽ മതി. പിന്നെ അപ്പോൾ ഞാൻ ഒരുമിച്ച് പുറത്തിറങ്ങി. പിന്നെ പുറത്തുകൂടെ കുറച്ച് കറങ്ങിയിട്ട് നേരെ പള്ളിയിലോട്ട് പോകാനാണ് പ്ലാന്. പിന്നെ നോമ്പ് തുറക്കാൻ പള്ളിയിൽ മഗ്‌രിബിന്റെ സമയത്ത് പള്ളിയിലോട്ട് പോവാം. പിന്നെ ഇവിടുത്തെ നിസ്കാരം എന്ന് പറഞ്ഞാൽ പള്ളിയൊക്കെ നാട്ടിലൊക്കെ എന്ന് വെച്ചാൽ നമുക്ക് ബൈക്കും അല്ല എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും പള്ളിയിലൊക്കെ അങ്ങനെ സമയത്തിന് പോകാൻ. കാരണം ഇവിടെയൊക്കെ വെച്ചാൽ കുറച്ച് കിലോമീറ്റർ പോകണം പള്ളിയിലോട്ട്. അപ്പോൾ എന്താ പറയുക, എല്ലാ ഭക്തിനും പള്ളിയിൽ പോലെ കുറച്ച് റിസ്ക് ആണ്. അപ്പോൾ നമ്മൾ കോമൺലി യൂസ് ചെയ്യുക വീട്ടിൽ അല്ലെ റൂമിൽ വന്ന് നിസ്കരിക്കാനാണ്. അപ്പോൾ ഇവിടെ പൂതു എടുക്കാനൊക്കെ നല്ല നമുക്ക് വൃത്തിക്ക് സൗകര്യം ഉണ്ടല്ലോ. അപ്പോൾ അങ്ങനെയൊക്കെയാണ്. അപ്പോൾ ഇപ്പം പുറത്തിറങ്ങി പിന്നെ അസറിന് പിന്നെയും റൂമിലോട്ട് വരൽ കുറച്ച് ടാസ്ക്കാണ്. അപ്പോൾ ഒരുമിച്ച് മൊത്തം നിസ്കരിച്ച് പുറത്ത് പോയിട്ട് അവിടുന്ന് നേരെ പള്ളിയിലോട്ട് പോവാം നോമ്പ് തുറക്കാൻ. അതാണ് നല്ലത് എനിക്ക് തോന്നുന്നു. എല്ലാം നിസ്കരിച്ച് കഴിഞ്ഞ് ഇനി നമുക്ക് വേഗം ഡ്രസ്സ് ചെയ്തിട്ട് വേഗം പുറത്തേക്ക് പോവാം. പിന്നെ പുറത്തിപ്പോൾ വെച്ചാൽ നല്ല തണുപ്പാണ്. പിന്നെ കാരണം വിൻ്ററൊക്കെ കഴിഞ്ഞ് ഏകദേശം സമ്മർ സ്റ്റാർട്ടിങ്ങാണ്. പക്ഷേങ്കിൽ എന്നാലും ഭയങ്കര തണുപ്പാന്ന് പറയാം. പിന്നെ ഇന്നത്തെ ക്ലൈമറ്റ് ഞാൻ പറഞ്ഞുതരാം എത്രയാന്ന്. ഇന്ന് പിന്നെ 6 ഡിഗ്രി കണ്ടോ. 6 ഡിഗ്രി ആണെങ്കിലും ഫീൽസ് ലൈക്ക് 4 കാണുന്നുണ്ടോ അറിയില്ല. പിന്നെ അങ്ങനെയാണ്. അപ്പോൾ എന്താ വെച്ചാലും പിന്നെ എന്തായാലും ജാക്കറ്റൊക്കെ ഇട്ട് ഇറങ്ങാൻ പറ്റുള്ളൂ. തെർമലിൻ്റെ ഒന്നും ആവശ്യമില്ല. പിന്നെ അത്രയ്ക്ക് വലിയ തണുപ്പ് ഇപ്പം ഇല്ല. പിന്നെ എന്നാലും ജാക്കറ്റൊക്കെ ഇട്ടാലും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് പോവാം, സീനില്ല. അപ്പോൾ നമുക്ക് വേഗം ഡ്രസ്സ് ചെയ്യാൻ പോവാം. എന്തായാലും ഷൂ ഒക്കെ ഇട്ടിട്ട് എന്തായാലും പുറത്തിറങ്ങാൻ പറ്റുള്ളൂ. ചെരുപ്പൊക്കെ ഇട്ട് ഇറങ്ങാൻ എന്തായാലും ഒരു മാസം കൂടിയൊക്കെ വെയിറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ നമുക്ക് ചെരുപ്പൊക്കെ ഇട്ട് പോവാം. ചെരുപ്പ്, ടീഷർട്ട്, വി ആർ വെയിറ്റിംഗ് ഫോർ ദാറ്റ് ഡേ. അങ്ങനെ ജാക്കറ്റൊക്കെ ഒന്ന് ഒഴിവാക്കി ഇതിലൂടെ നടക്കുമ്പോൾ ഒരു സുഖമുണ്ട്. അടിപൊളിയാ. ചെരുപ്പൊക്കെ ഇട്ടിട്ട് ഇതിപ്പോൾ എത്ര മാസമായെന്നറിയാം. ഷൂട്ട് മാത്രമേ പുറത്തിറങ്ങാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ ക്ലൈമറ്റ്. ഏകദേശം 6 മാസം ഫുൾ തണുപ്പ്. 6 മാസമൊന്നും ഇല്ല വിൻ്റർ എന്ന് പറയുന്നത്. അങ്ങനെയൊക്കെയാണ്. ഏറ്റവും കൂടുതൽ തണുപ്പുള്ളൊരു രാജ്യത്തിലൊന്നാണ് ഈ ലാറ്റ്വിയൊക്കെ. അപ്പോൾ ഷൂ ഒക്കെ ഇട്ട് കഴിഞ്ഞ് ഇനി ജാക്കറ്റ് ഇടുക, ഇറങ്ങുക. അതേപോലെ ഞാൻ എൻ്റെ റൂം നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതിൻ്റെ ഒരു സ്റ്റുഡിയോ റൂമാണ്. പിന്നെ കിച്ചണും ബെഡും സോഫയും അലമാറയൊക്കെ ഒരുമിച്ചാണ്. ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീന്, അങ്ങനെ ഞാൻ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ കാണിച്ചു തരാം. അതായത് ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീന്,
പിന്നെ ഇതാണ് ടോയ്ലറ്റ് വരുന്നത്. ടോയ്ലറ്റ് അതാ ഇങ്ങനെയൊക്കെ ചെറിയ സെറ്റപ്പാണ്. പിന്നെ അതിൻ്റെ ബെഡ്, ഇതെൻ്റെ സോഫ, പിന്നെ അത് ഞാൻ ലാപ്പൊക്കെ യൂസ് ചെയ്യുന്ന സ്ഥലം. പിന്നെ അതവിടെ ടി വി ഉണ്ട്. പിന്നെ ഇതെൻ്റെ വലിയ കണ്ണാടി. അങ്ങനെ സെറ്റല്ലേ. ഇതാണ് എൻ്റെ ഒരു അപ്പാർട്ട്മെൻ്റ് എന്ന് പറയുന്നത്. ഇതെൻ്റെ ഡോറ്. പിന്നെ നമ്മൾ പുറത്തേക്ക് ഇറങ്ങുമ്പോഴാണ് ഇതിൻ്റെ കോമഡി. കണ്ട പഴയൊരു വിൻറ്റേജ് സെറ്റപ്പാണ്. ഇവിടെ ചെറിയ സോഫ. ഞാൻ സ്റ്റെപ്പ് ഇറങ്ങിയിട്ട് പുറത്തുനിന്ന് കാണിച്ചു തരാം. ഇത് പണ്ട് ഇയാൾ ക്രിസ്മസിന് സെറ്റ് ചെയ്തതാണ്. പഴയ കുറേ മരത്തിൻ്റെ ഒരു എന്താ പറയുക ഔട്ടർ അതിന് വരുന്നത്, പുറം ഭാഗം. പിന്നെ നമ്മളെ നാട്ടിലൊക്കെ ഉള്ള പോലെ ഇതിൻ്റെ ബാക്ക് സൈഡാണ് കേട്ടോ എൻ്റെ അപ്പാർട്ട്മെൻറ്റിൻ്റെ. ഇത് ഡോറ്, ഇതൊരു ചെറിയൊരു മുറ്റം വരുന്നുണ്ട്. കണ്ടാൽ തന്നെ വീട്. ഇതാണ് എൻ്റെ അപ്പാർട്ട്മെൻറ്റ്. പുറം ഭാഗം ഫുള്ള് വുഡ്. പിന്നെ ഇതിൻ്റെ ഗേറ്റ്. ഇങ്ങനെയാണ് ഇവിടെ ഒരുവിധം എല്ലാ അപ്പാർട്ട്മെൻറ്റും. അത് പോകുന്നത് ഇവിടെ പബ്ലിക് ട്രാൻസ്പോർട്ടാണ്. എൻ്റെ ബസ്സാണ് പോയത്. ഇനിയിപ്പോൾ അടുത്ത ബസ് വരെ വെയിറ്റ് ചെയ്യണം. എന്താ വെച്ചാൽ നേരെ മുന്നേ തന്നെ ബസ് സ്റ്റോപ്പ് ഉണ്ട്. ഇത് ബസ് സ്റ്റോപ്പാണ്. ഇവിടെ ബ്രൂനിനിക്കു ഏല എന്ന് പറയുന്ന ലാറ്റ്വേല സ്ട്രീറ്റിൽ നിന്നാണ്. അപ്പോൾ അവിടെ ക്രോസ് ആയിട്ട് പോകുന്നതാണ് ആ ഏല എന്ന് പറയുന്നത്. ഇതിൻ്റെ റൂം ഇവിടെ കാണുന്നത്. പിന്നെ ഇതിവിടെ ഒരു ബസ്, ഇവിടെ നിർത്തുന്ന ബസ്സിൻ്റെ നമ്പേഴ്സാണ് 1322, പിന്നെ വേറൊരു 1350. പിന്നെ അതിൻ്റെ ഓരോ ടൈമിങ്സ് അവിടെ കാണുന്നത്. അങ്ങനെ അപ്പോൾ നല്ല തണുപ്പുണ്ട് കേട്ടോ. സൂര്യനൊക്കെ പോയി. അടുത്ത ബസ്സിന് ഏകദേശം ഒരു 10 മിനിറ്റ് വെയിറ്റ് ചെയ്യണം. അതുവരെ ഇവിടെ വെയിറ്റ് ചെയ്യാം. ഞാൻ റൂമിൽ നിന്ന് സമയം നോക്കാൻ മറന്നുപോയി ബസ്സിൻ്റെ. അപ്പോൾ എന്തായാലും ജസ്റ്റ് ഒന്ന് സമയം നോക്കി ഇറങ്ങിയാൽ മതി ആ സമയത്ത്. അപ്പോൾ പിന്നെ ഏതായാലും അങ്ങനെ ഇറങ്ങി എന്തായാലും വെയിറ്റ് ചെയ്യാം ബസ് വരുന്നവരെ. ഇവിടുത്തെ ഒരുവിധം എല്ലാ അപ്പാർട്ട്മെൻറ്റിൻ്റെ പുറം ഭാഗം ഇങ്ങനെ ആയിരിക്കും. അതെന്തെങ്കിലും ചേഞ്ച് ചെയ്യണമെങ്കിലൊക്കെ തോന്നുന്നത് പിന്നെ ഗവൺമെൻറ്റിൻ്റെ എന്തോ പെർമിഷൻ വേണ്ടി വരും. പക്ഷേ ഇൻറ്റീരിയർ വരെ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുനടക്കും. അതാണ് ഇവരെ പ്രത്യേകത. ആ പുറമെ വൻ ലോക്കലാണെന്നൊക്കെ തോന്നെങ്കിലും ഉള്ളിൽ കയറിയാൽ അടിപൊളിയായി. അങ്ങനെയാണ്. ഈ കാണുന്നതാണ് ഇവിടെ ഓൾഡ് ടൗൺ എന്നൊക്കെ പറയുന്നത്, അങ്ങോട്ടേക്ക്. പിന്നെ ഇത് ഫ്രീഡം മോണുമെൻ്റ് ഇവിടുത്തെ. എന്തായാലും അതിനെക്കുറിച്ച് ഞാനൊരു വീഡിയോ എന്തായാലും ചെയ്യും ഇൻഷാല്ലാ. അങ്ങനെ നമ്മൾ ബസ്സിൽ നിന്ന് ഇറങ്ങി ഇവിടെ സെൻട്രൽ സ്റ്റേഷനിലെത്തി. പിന്നെ അപ്പോൾ അങ്ങോട്ടേക്ക് പോവാണ്. പിന്നെ അവിടെ നിന്ന് എന്തെങ്കിലും ഒരു സാധനം വാങ്ങാനുണ്ട്, ഞാൻ നോക്കട്ടെ. അല്ലെങ്കിൽ പിന്നെ നേരെ ഇപ്പം തന്നെ ഏകദേശം 5 മണിയൊക്കെ കഴിഞ്ഞ്. അപ്പോൾ പിന്നെ 6:45 മഗ്‌രിബാങ്ക് കൊടുക്കുന്നത്. ആ സമയമാകുമ്പോൾ നമുക്ക് പള്ളിയിലെത്തും വേണം. അപ്പോൾ ഞാൻ നോക്കട്ടെ. പിന്നെ ആ പോകുന്ന വഴിക്കാണ് ഞാൻ വർക്ക് ചെയ്യുന്ന കടയൊക്കെ. എന്തെങ്കിലും വാങ്ങുകയാണെങ്കിൽ അവിടെ വെച്ചാൽ മതി. നോക്കാം. ഈ കാണുന്നതാണ് ഇവിടെ സെൻട്രൽ സ്റ്റേഷന്. അതവിടെ കാണുന്ന സ്റ്റോക്ക്മാന്, ഇത് ഒറിഗോ. പിന്നെ ഇതിൻ്റെ ബാക്കിലാണ് റെയിൽവേ സ്റ്റേഷനൊക്കെ വരുന്നത്. അവിടെ ട്രെയിനാണ് പോകണം. പിന്നെ അല്ലാതെ ഇതിൻ്റെ കൂടെ ഇതൊരു റെയിൽവേ സ്റ്റേഷൻ വരെ ഡെവലപ്പ് ചെയ്തൊരു മാൾ പോലെ ആക്കിയതാണ്. എന്താ വെച്ചാൽ ഒരുവിധം എല്ലാ ബ്രാൻഡുകളും അവിടെ ഉണ്ട്. പിന്നെ സൂപ്പർ മാർക്കറ്റ് അങ്ങനത്തെയൊക്കെ. പിന്നെ ഇതിൻ്റെ ബാക്കിലാണ് പിന്നെ പുതിയ റെയിൽവേ സ്റ്റേഷൻ വരുന്നുണ്ട്. ഏകദേശം ഞാൻ വന്ന സമയം മുതൽ പണി നടന്നുകൊണ്ടിരിക്കുക. ബാൾട്ടിക് 3 കൺട്രീസ് ഇല്ലേ, അതിനെ കണക്ട് ചെയ്തിട്ടൊരു റെയിൽവേ. പിന്നെ അതിൻ്റെ പണി ഇതുവരെ കഴിഞ്ഞിട്ടില്ല. പിന്നെ ഇവിടെയാണ് അത്യാവശ്യം ആൾക്കാരും തിരക്കൊക്കെ ഉള്ളൊരു സ്ഥലം. പിന്നെ നേരത്തെ കാണിച്ചിരുന്ന ഓൾഡ് ടൗൺ. പിന്നെ ഇത് റോഡ് ക്രോസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അണ്ടർഗ്രൗണ്ട് പോയി അങ്ങനെ കയറണം. സ്റ്റെപ്പ് നമ്മൾ നേരെ ഇറങ്ങി കയറി വരുന്നത് എവിടേക്കാണ്, ഒറിഗോ. പിന്നെ ഇതൊക്കെ എന്താ പറയുക, ട്രെയിനിൽ കയറാൻ പോകുന്ന ആൾക്കാരും ഒക്കെ ഇതിലൂടെ തന്നെ പോവാം. റെയിൽവേ സ്റ്റേഷനാണ് ഇപ്പോൾ കറൻ്റ്. ഇതിൻ്റെ ബാക്കിൽ പുതിയത് അവിടെ ഓപ്പൺ ആയിട്ടില്ല. ഇതാണ് ഒറിഗോ മാളിൻ്റെ ഒരു ഉൾവശം എന്ന് പറയുന്നത്. അതൊക്കെ ഇവിടെ ഓരോ ട്രെയിനിൻ്റെ സമയങ്ങളാണ്. അപ്പോൾ നമുക്ക് പോകാനുള്ളത് റിമി എന്ന് പറഞ്ഞ സൂപ്പർ മാർക്കറ്റിലാണ്. ഇതാണ് ഇവിടുത്തെ റിമി ഹൈപ്പർ. പിന്നെ നമുക്ക് എന്താ പറയുക, ഭക്ഷണത്തിന് ആവശ്യമായ എല്ലാ സാധനവും കിട്ടുന്ന സ്ഥലം. നമ്മൾ ഇവിടെ തന്നെ കൂടുതലും വരാറ്. ഇത് രാത്രി 12 മണി വരെ വർക്കിങ്ങുമാണ്. അങ്ങനെ ഒറിഗോൻ്റെ അവിടെ നിന്ന് മെല്ലെ ഇറങ്ങി. പിന്നെ എന്തെങ്കിലും വാങ്ങിയാൽ അത് നോക്കി നടക്കണ്ടേ വിചാരിച്ചിട്ട് ഞാൻ മെല്ലെ പിന്നെ വാങ്ങാമെന്ന് വിചാരിച്ചു. പിന്നെ ഏതായാലും കുറച്ച് സമയം പോകണമല്ലോ. അപ്പോൾ
അങ്ങനെ കുറച്ച് ഇതിലെ കൂടെ നടക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഇപ്പോഴൊക്കെയാണ് ഇങ്ങനെ ഒന്ന് കുറേ കാലത്തിന് ശേഷം അങ്ങോട്ടൊക്കെ ഒന്ന് ഇറങ്ങി നടക്കണേ. എന്തായാലും കുറച്ച് നടന്നിട്ട് നേരെ മഗ്‌രിബിൻ്റെയൊക്കെ സമയമാകുമ്പോൾ പള്ളിയിലോട്ട് പോകാം. ഇത് അത്യാവശ്യം ലോങ് പോകുന്ന ട്രെയിനാണ് ഈ VB എന്ന് പറയുന്നത്. പിന്നെ അതായത് ഞാൻ വന്നതിന് ശേഷമൊക്കെ വന്നതാണ് ഈ ട്രെയിനൊക്കെ. അങ്ങനെ ആ സമയത്താണ് അതിൻ്റെ ലോഞ്ചൊക്കെ നടന്നത്. പിന്നെ ഇതാണ് ഇവിടെ സെൻട്രൽ സ്റ്റേഷൻ. പിന്നെ ഞാൻ ഇപ്പോൾ ഉള്ളത് ഇവിടെ ഈ സ്റ്റോക്ക്മാൻ്റെ ഫ്രണ്ടിൽ. ഏകദേശം നൈറ്റായി തുടങ്ങി. ഇനിയിപ്പോൾ പള്ളിയിലോട്ട് പോകാനായി. പിന്നെ അവിടെ എത്തിയിട്ട് കുറച്ച് വീഡിയോസ് ഞാൻ കാണിച്ചു. അങ്ങനെ ഈ സെൻട്രലിൽ നിന്ന് മെല്ലെ മഗ്‌രിബിൻ്റെ സമയമായി. അപ്പോൾ പള്ളിയിലേക്ക് ഇവിടുന്ന് ബസ് കയറി പോവാണ്. അപ്പോൾ അവിടെ എത്തിയിട്ട് ബാക്കി നോക്കാം. അങ്ങനെ ഇതാണ് ഞാൻ വർക്ക് ചെയ്യുന്ന കട, കബാബ് ഗ്രിൽ. അപ്പോൾ ഇന്ന് ഞാൻ ലീവാണ്. പിന്നെ പള്ളി വരുന്നത് ഏകദേശം അവിടെ അടുത്ത് തന്നെ. അപ്പോൾ അങ്ങോട്ടേക്ക് പോവാണ്. അങ്ങനെ ഇതാണ് എൻ്റെ കബാബ് ഷോപ്പ്. ബസ്സിലെ ഓക്കെ അല്ലേ? നമ്മളെ നാട്ടിൽ ഷവർമ എന്ന് പറയും. അതായത് ചിക്കന് ഒരു ബീഫ്, അങ്ങനെ 2 ഐറ്റംസ്. പിന്നെ ഈ മെനുവിൽ ഇത്രയും സാധനങ്ങളും ഉണ്ട്. അപ്പോൾ ജസ്റ്റ് കാണിച്ചെന്നുള്ളൂ. ഇവിടുത്തെ ഒരു വീഡിയോ ഒക്കെ മേ ബി ഞാൻ ചെയ്യും. ഏകദേശം മഗ്‌രിബിൻ്റെ സമയമായി. ഞാൻ പള്ളിയിലോട്ട് നടക്കുകയാണ്. ഏകദേശം പള്ളി എത്താനായി. പിന്നെ അവിടെ എത്തിയിട്ട് അവിടെ നിന്നുള്ള വിഭവങ്ങളൊക്കെ ഞാൻ കാണിച്ചു. ഞങ്ങളുടെ ഇഫ്താറിൻ്റെ സ്പെഷ്യൽ ഐറ്റംസ്. ഈ കാണുന്നതാണ് ഞങ്ങളെ പള്ളി. ഒറ്റ ഫ്ലോറേ ഉള്ളൂ. പിന്നെ ഇതാണ് ഇതിൻ്റെ എൻട്രൻസ്. ഇതിൻ്റെ അപ്പുറത്തൂടെ പോയിട്ടാണ്. അങ്ങനെ മഗ്‌രിബും നോമ്പുറയും മഗ്‌രിബും ഇശാവും തറാവിയും ഒക്കെ കഴിഞ്ഞ് പള്ളീൻ്റെ പുറത്തെത്തി. പിന്നെ ആ റോഡിൽ കൂടെ അങ്ങനെ വീട്ടിലോട്ട് പോവാണ്. അപ്പോൾ ഇന്നത്തെ ദിവസം കഴിഞ്ഞ് അൽഹംദുലില്ലാഹ് ഹയർ. എൻ്റെ ഒരു ദിവസം നോമ്പിൻ്റെ കഥകൾ ഇങ്ങനെയൊക്കെയാണ്. പിന്നെ ഇന്നിപ്പോൾ ഒരു ദിവസം ലീവ് കിട്ടിയതുകൊണ്ടാണ് പിന്നെ ഇങ്ങനെ വീഡിയോ എടുക്കാൻ പ്ലാനായത്. പിന്നെ ഇനിയിപ്പോൾ നാളെ മുതൽ വർക്ക് പിന്നെ സ്റ്റാർട്ട് ചെയ്യും. വർക്ക് ക്ലാസ് അങ്ങനെ. പിന്നെ ഇനിയിപ്പോൾ അടുത്ത ഏതെങ്കിലും വീഡിയോസിൽ നമുക്ക് കാണാം. അതിലേക്കും ബൈ.